അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത് 4ാം ക്ലാസ് അഖീദ വിഷയത്തിൽ നിന്നും പാദവാർഷിക പരീക്ഷയൊക്കെ കഴിഞ്ഞു, അർദ്ധവാർഷിക പരീക്ഷ കഴിഞ്ഞ് വാർഷിക പരീക്ഷയിലെ കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ആദ്യ പ്രവർത്തനം നോക്കാം. യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചത് താഴേക്ക് എഴുതിയെടുക്കുന്ന പ്രവർത്തനമാണ്. 1. ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കും. ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കും. ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്ന സ്ഥലം എവിടെയാണ്? അത് സ്വർഗത്തിലാണ് അല്ലേ? സ്വർഗത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കും. 2. മുടിയേക്കാൾ നേരിയതാണ്. മുടിയേക്കാൾ നേരിയത്, വണ്ണം കുറഞ്ഞത് ഏതാണ്? അത് സിറാത്ത് പാലം. നരകത്തിൻ്റെ മുകളിലൂടെയുള്ള പാലാണ് സിറാത്ത്. എന്താന്ന് ചോദിക്കൂട്ടോ. 3. അൽ ബഅസ്. എന്തിനാണ് അൽ ബഅസ് എന്ന് പറയാ? അത് പുനർജന്മം. അൽ ബഅസ് പുനർജന്മം. 4. അന്ത്യനാൾ അടുക്കും തോറും മനുഷ്യർ കൂടുതൽ ഡാഷ്. മുകളിലുണ്ട് ദുഷിച്ചുകൊണ്ടിരിക്കും. അന്ത്യനാൾ അടുക്കും തോറും മനുഷ്യർ കൂടുതൽ ദുഷിച്ചുകൊണ്ടിരിക്കും. 5. ലാ തഖൂമു സ്സാഅത്തു ഹത്താ ലാ യുഖാല ഫിൽ അർളി ഡാഷ്. ലാ തഖൂമു സ്സാഅത്തു ഹത്താ ലാ യുഖാല ഫിൽ അർളി അല്ലാഹ് അല്ലാഹ്. ഇതിൻ്റെ അർത്ഥം പഠിക്കണം കേട്ടോ. 6. അൻതഖന അല്ലാഹുല്ലദീ അൻതഖ ഡാഷ്. അൻതഖ കുല്ല ഷൈഇൻ. ഇനി രണ്ടാമത്തെ പ്രവർത്തനമാണ്. ഇതുപോലുള്ള വേർതിരിക്കാനുള്ളതൊക്കെ ചിലപ്പോൾ വരാം. അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ, അതിൽ ഏറ്റവും അടുത്ത അടയാളമുണ്ട്, സാധാ അടയാളങ്ങളുമുണ്ട്. ഖിയാമത്ത് നാളിൻ്റെ തൊട്ടടുത്ത അടയാളങ്ങൾ. ഇത് രണ്ടും വേർതിരിക്കാനാണ്. രണ്ടും വെവ്വേറെ കാര്യങ്ങളാണ്. കുറച്ച് ഗൗരവം കൂടി വരുന്ന കാര്യങ്ങൾ തൊട്ടടുത്ത അടയാളങ്ങളാണ്. മറ്റേത് ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്നതിൻ്റെ അടയാളങ്ങളാണ്. ഇവിടെ ഒന്നാമത്തേത് കാണാം, ഇമാം മഹ്ദി വരൽ. അത് ഏതിലാണ് ഉൾപ്പെടുത്തുക? അത് ഏറ്റവും വലിയ അടയാളമാണത്, അതായത് തൊട്ടടുത്ത് വരുന്ന അടയാളം. 2. ദജ്ജാൽ പുറപ്പെടൽ. അതും ഇതിലേക്ക് തന്നെയാണ്. പിന്നെ അറിവില്ലായ്മ വർദ്ധിക്കുക, അത് ഒന്നാമത്തതിലാണ്. അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. മാതാവിനെ വെറുക്കുക, അതോ? അതും ഇതിൽ തന്നെയാണ്. ഇനി മദ്യപാനം അധികരിക്കുക. മദ്യപാനം അധികരിക്കുക, അതും ഇതിൽ തന്നെയാണ് വരിക കേട്ടോ. പിന്നെ യജൂജ് മഅജൂജ് പുറപ്പെടൽ, അതോ? അത് വലിയ അടയാളമാണ്. ഖിയാമത്ത് നാളിൻ്റെ തൊട്ടടുത്ത വലിയ അടയാളമാണ്. അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം. 1. ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ അടിസ്ഥാന പ്രമാണമാണ് ഡാഷ്. ഏതാണ്? സുന്നത്ത്. ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ അടിസ്ഥാന പ്രമാണമാണ് സുന്നത്ത്. 2. പ്രവാചകരുടെ അനന്തരാവകാശികളാണ്. ആരാണ്? പണ്ഡിതന്മാർ. പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. 3. ലാ ഇക്റാഹ ഡാഷ്. ലാ ഇക്റാഹ ഫിദ്ദീനി. ദീനിൽ നിർബന്ധിപ്പിക്കലില്ല. ലാത്തം പഠിപ്പിക്കണം കേട്ടോ. 4. ഫൽ യുബല്ലിഗി ഷാഹിദു ഡാഷ്. ഹജ്ജത്തുൽ വദാ നിബിധങ്ങൾ പറഞ്ഞതാണ്. ഫൽ യുബല്ലിഗി ഷാഹിദു അൽ ഗായിബ.
5. നോഹ് നബിയെയും വിശ്വാസികളെയും കപ്പലിൽ കയറ്റി ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. നോഹ് നബിയെയും വിശ്വാസികളെയും കപ്പലിൽ കയറ്റി രക്ഷിച്ചു. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാമെന്നുള്ളതാണ്. 1. ഈ ദുനിയാവും അതിലെ സർവ്വ വസ്തുക്കളും ലഭിക്കുന്നതിലേറെ ഉത്തമമാണത്. അത് ഏതാണ്? ഈ ദുനിയാവും അതിലെ സർവ്വ വസ്തുക്കളും ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമായ കാര്യം ഏതാണ്? ഉത്തരം: നിങ്ങൾ കാരണം ഒരാൾക്ക് അള്ളാഹു സന്മാർഗം നൽകിയാൽ ഈ ദുനിയാവും അതിലെ സർവ്വ വസ്തുക്കളും ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. ചോദ്യം 2. ദഅവത്തിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് ദഅവത്തിൻ്റെ അർത്ഥം? ക്ഷണിക്കൽ, വിളിക്കൽ എന്നൊക്കെയാണ് അർത്ഥം. ചോദ്യം 3. അള്ളാഹുവിൻ്റെ മുർസലുകൾ ബുദ്ധിമാന്ദ്യം ഉള്ളവരായാൽ എന്താണ് ഉണ്ടാവുക? ഉത്തരം: അള്ളാഹുവിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാനും ഒന്നും വിട്ടുപോകാതെ പ്രബോധനം ചെയ്യാനും അവർക്ക് കഴിയുന്നതല്ല. 4. ജിബ്രീൽ അലൈഹിസ്സലാമിനെ യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പ്രാവശ്യം കണ്ടു. എവിടെ വെച്ചെല്ലാം? 1. സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ചും മറ്റൊന്ന് ഹിറാ ഗുഹയിൽ വെച്ചും. അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം. 1. ബർസഖ്. എന്തിനാണ് ബർസഖ് എന്ന് പറയാം? ഉത്തരം: മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് ബർസഖ്. 2. മുർസലുകൾ. ആരാണ് മുർസലുകൾ? അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നും പുരുഷന്മാരായ ചിലരെ പ്രത്യേകം തിരഞ്ഞെടുത്തു. അവരാണ് മുർസലുകൾ.